ഇരിഞ്ഞാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തത്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. കോഴിക്കല്ല് മൂടൽ നടക്കുന്ന ഭാഗത്ത് പ്രത്യേക സുരക്ഷ ഒരുക്കും. അന്തിമഹാകാളൻ കാവുവേല, ആറാട്ടുപുഴ പൂരം, വെടിക്കെട്ട് അപേക്ഷകൾ ജില്ലാ ഭരണകൂടം നിരസിച്ചു. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയതിനെ തുടർന്ന് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്ക്. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്ലുവാമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. കണ്ണന് ബുധനാഴ്ച രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലറും BJP നേതാവുമായ TK ഷാജു റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇന്ത്യയിൽ ഇറീഡിയം ലോഹം കണ്ടുപിടിക്കുകയും ഈ ലോഹത്തിന്റെ വിൽപ്പനയ്ക്ക് നിക്ഷേപം നടത്തിയാൽ കോടികൾ ലാഭവിഹിതമായി തിരിച്ചു ലഭിക്കുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരവധി ഏജന്റുമാരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 500 കോടിക്ക് മുകളിൽ നിക്ഷേപം നടന്നതായാണ് പരാതിയിലുള്ളത്. ഇറീഡിയം വിൽപ്പന നടക്കുമ്പോൾ ലഭിക്കുന്ന ലാഭവിഹിതം നിക്ഷേപ തുകയുടെ വിഹിതമനുസരിച്ച് നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് നിക്ഷേപകരിൽ നിന്നും പണം വാങ്ങിയിരിക്കുന്നത്. 50,000 രൂപ നിക്ഷേപിച്ചവർക്ക് 2 കോടി രൂപ ലഭിക്കുന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നതെന്ന് TK ഷാജു TCVയോട് പറഞ്ഞു. ആലപ്പുഴയിലും പഴയ പൊത്തുശ്ശേരി പഞ്ചായത്തിലും വ്യാപകമായിട്ട് ഇറീഡിയം ലോഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പാവപ്പെട്ടവർ അവരുടെ ആധാരം വരെ പണയം വെച്ചുകൊണ്ട് ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് വരും നാളെ വരും. 50,000 ടോന് 2 കോടി രൂപയാണ് പറയുന്നത്. 1 ലക്ഷം ടോന് 4 കോടിയൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ആളുകളുടെ ഇത് മേടിച്ചത്. 5 വർഷമായിട്ട് ഇവർക്ക് പൈസ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ലോബി ഇത് നീട്ടിലിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പിന്തുണയാണെന്ന് പറയും. പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു പിന്തുണയൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ നിന്നില്ല. ഇവർ പറയുന്നത് റിസർവ് ബാങ്ക് പാസ്സാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ അക്കൗണ്ടിൽ പൈസ വീഴുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനൊരു ലീഗലായിട്ട് സൈഡിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പലരും ആധാരം പോലും പണയം വെച്ച് നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ഷാജു പറഞ്ഞു. പണം നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലരും പരാതി പോലും നൽകാൻ തയ്യാറാവാത്ത അവസ്ഥയിലാണ്. പണം മടക്കി ചോദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതും പതിവാണ്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരത്ത് താമസിക്കുന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ ചില ഏജന്റുമാരെ നിയമിച്ചാണ് ഇരിങ്ങാലക്കുട, മാപ്രാണം, പൊറത്തിശ്ശേരി, കരുവന്നൂർ മേഖലയിലുള്ളവരുടെ പണം സ്വരൂപിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ പല പ്രമുഖർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇറീഡിയം നിക്ഷേപ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ളതായി സൂചനയുണ്ട്. ഇറീഡിയം നിക്ഷേപ തട്ടിപ്പിനെ സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായി സൂചനയുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഈ മാസം 25 മുതൽ ഏപ്രിൽ 1 വരെ നടക്കുന്ന ആഘോഷത്തോടനുബന്ധിച്ച് പരിപൂർണ സുരക്ഷയും ശുദ്ധജലം, ഭക്ഷണം എന്നിവയുടെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പോലീസിന്റെയും ദേവസ്വം സെക്യൂരിറ്റി വിഭാഗത്തിന്റെയും പ്രത്യേക സുരക്ഷ ഒരുക്കും. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ DYSP VK രാജു, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അന്തിമഹാകാളൻ കാവ് വേല, ആറാട്ടുപുഴ പൂരം, വെടിക്കെട്ടിനുള്ള അപേക്ഷകൾ ജില്ലാ ഭരണകൂടം നിരസിച്ചു. ചേലക്കര അന്തിമഹാകാളൻ കാവ് വേലയോടനുബന്ധിച്ച് ഈ മാസം 22, 23 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിനും ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 3, 8, 9 തീയതികളിൽ നടത്താനിരുന്ന വെടിക്കെട്ട് പ്രദർശനത്തിനുമാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്.
വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് 200 മീറ്റർ ചുറ്റളവിൽ വീടുകളും കെട്ടിടങ്ങളും ഉള്ളതായും വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് നിയമാനുസൃതമായ കെട്ടിടം ഇല്ലെന്നും വെടിക്കെട്ട് ഏജൻസിക്ക് പെസോയിൽ നിന്നുള്ള അംഗീകാരമില്ലെന്നും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിൽ പറയുന്നു. അതേസമയം അന്തിമഹാകാളൻകാവ് വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ADM നിഷേധിച്ചതിനെ തുടർന്ന് 5 ദേശങ്ങളുടെയും കോർഡിനേഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടി തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു. മുരിക്കുങ്ങൽ സ്വദേശി കേളമ്പടിക്കൽ ഹനീഫിന്റെ ഭാര്യ 52 വയസ്സുള്ള റജീനയ്ക്കാണ് പരിക്കേറ്റത്. കൈക്കും കാലിലും പരിക്കേറ്റ റജീനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹാരിസൺ തോട്ടത്തിലാണ് സംഭവം. ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയന്നോടുന്നതിനിടെയാണ് വീണത്. തലനാരിഴയ്ക്കാണ് ഇവർ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറ്റു തൊഴിലാളികൾ ചേർന്ന് ബഹളം വെച്ച് ആനക്കൂട്ടത്തെ അകറ്റിയ ശേഷമാണ് റജീനയെ രക്ഷപ്പെടുത്തിയത്. ആഴ്ചകളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. നിരവധി തവണ വനപാലകർക്കും തോട്ടം മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ആനകളെ കാടുകയറ്റാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ല എന്ന ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ ആനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചിരുന്നു. കാട്ടാന ആക്രമണം പതിവായ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാൻ വനപാലകർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. 4 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിനിടെ പലയിടങ്ങളിലും പുലിയെ കണ്ടതായി അഭ്യൂഹങ്ങൾ പരന്നു. തിങ്കളാഴ്ച രാത്രി വഴിച്ചാലിലെ വീട്ടിൽ CCTV ക്യാമറയിൽ പുലിയെ കണ്ടുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിരുന്നില്ല. ചിറങ്ങര റെയിൽവേ ട്രാക്കിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പുലിയുടെ ആക്രമണം ഉണ്ടായെന്ന് പറയുന്നു. നായയുടെ തലയിൽ കടിയേറ്റ അടയാളങ്ങളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വനംവകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പുലിയുടെ സാമീപ്യം ഉണ്ടെന്ന് മാത്രമാണ് ഇതുവരെയും വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കുന്ന തീരുമാനവും നടപ്പാക്കൽ വൈകും. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ കൂട് വയ്ക്കാൻ സാധ്യമാവുകയുള്ളൂ. ആലപ്പാട് അജ്ഞാത ജീവി കൂടിന്റെ അഴികൾ തകർത്ത് കോഴികളെ കൊന്നു. സാഫല്യം റോഡിൽ മഞ്ഞയിൽ കുഞ്ഞുമുഹമ്മദിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 2 മാസത്തോളം വളർച്ചയെത്തിയ 20 കോഴികളെയാണ് കൊന്നത്. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം പതിവാണെന്ന് കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. ഒറ്റപ്പാലം ലക്കിടിയിൽ വാഹനാപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്ലുവാമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് R. മേനോനാണ് മരിച്ചത്. രാവിലെ കോളേജിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. അക്ഷയ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ജീപ്പിലിടിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിറ്റണ്ട വരവൂർ പാതയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മറിഞ്ഞ പിക്കപ്പ് വാനിൽ കാറിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പൂങ്ങോട് ക്വാറിക്ക് സമീപം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് റോഡരികിലേക്ക് മാറ്റി നിർത്തിയിട്ടിരിക്കുകയായിരുന്ന പിക്കപ്പ് വാനിൽ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണന് ബുധനാഴ്ച രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട് നടക്കും. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളിയുറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറുപ്പുണർത്തലാണ് ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. തുടർന്ന് വൈകിട്ട് 4:30 മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹത്തിടമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിന് സമീപം കീഴ്ശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്കു ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ട് കടവിലെത്തും. ക്ഷേത്രം തന്ത്രിയും ഓദിക്കന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടും അഭിഷേകം നടത്തും. തന്ത്രി നമ്പൂതിരിപ്പാട് പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് ചടങ്ങ് പൂർത്തിയാകും. തുടർന്ന് ഓദിക്കന്മാർ, കീഴ്ശാന്തിമാർ തുടങ്ങിയവരും സ്നാനം നടത്തും. ഭഗവാൻ ആറാടിയ തീർത്ഥത്തിൽ ഭക്തരും മുങ്ങിക്കയറും. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തും. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടിയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷ വാദ്യ അകമ്പടിയോടെ
തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. പഞ്ചലോഹ തിടമ്പിലേക്ക് നേരത്തെ ആവാഹിച്ചിരുന്ന ദേവചൈതന്യത്തെ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലേക്ക് പകർന്ന ശേഷം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയിറക്കൽ ചടങ്ങ് നടത്തും. ഇതിനുശേഷം 25 കലശങ്ങളിൽ നിറച്ചിട്ടുള്ള ദ്രവ്യം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. അത്താഴപൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രനട അടയ്ക്കുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. TC വിനോസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ദേവസ്വം ജീവനക്കാർ ഒരുക്കിയ ഗരുഡൻ തറ മേളം ആവേശോജ്വലമായി. ദേവസ്വത്തിലെ 30ഓളം ജീവനക്കാർ ചേർന്നാണ് ശ്രീവത്സം അതിഥി മന്ദിരത്തിലെ ഗരുഡ പ്രതിമയ്ക്ക് മുന്നിൽ പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയത്. വിമൽ അകമ്പടിയുടെ പ്രാമാണികത്വത്തിൽ അജയൻ, AV പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യമായാണ് ദേവസ്വം ജീവനക്കാർ ഗരുഡമേളം അവതരിപ്പിക്കുന്നത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പള്ളിവേട്ടയിൽ പക്ഷിമൃഗ വേഷം കെട്ടാനുള്ള ഉണ്ണികൃഷ്ണന്റെ നിയോഗത്തിന് 4 പതിറ്റാണ്ട്. വഴിപാട് സമർപ്പണമായാണ് ഭക്തർ വേഷം കെട്ടുന്നത്. താമരയൂർ കളരിക്കൽ ഉണ്ണികൃഷ്ണൻ പതിവ് തെറ്റിക്കാതെ 40 വർഷവും വേഷം കെട്ടി. 7 അടി ഉയരമുള്ള ഗൊറില്ലയുടെ വേഷമാണ് ഇത്തവണ തയ്യാറാക്കിയത്. തുണി, കടലാസ്, മൈദ, കമ്പി എന്നിവയാണ് വേഷം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ഉത്സവത്തിന് കൊടിയേറുന്നതോടെ നിർമ്മാണം ആരംഭിക്കും. മികച്ച വേഷം തയ്യാറാക്കുന്നവർക്ക് ദേവസ്വം സമ്മാനവും നൽകും. നിരവധി തവണയാണ് ഉണ്ണികൃഷ്ണൻ ദേവസ്വത്തിന്റെ സമ്മാനം വാങ്ങിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഇതിനാവശ്യമായ രൂപങ്ങളും നിർമ്മിക്കുന്നത്. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ കിരൺ, ഇല്ലിക്കാട് പുളിന്തറ വീട്ടിൽ വിപിൻ, കാട്ടൂർ വേത്തൊടി വീട്ടിൽ ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മാർച്ച് 11-ന് കാട്ടൂർ SNDP ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മാഹിയിൽ നിന്നാണ് പിടികൂടിയത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, പ്രൊബേഷൻ SI C സനദ്, സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, നൌഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഷൌക്കർ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. നന്ദിക്കര തൈവളപ്പിൽ മഹേഷാണ് അറസ്റ്റിലായത്. പ്രതിയുടെ വീട്ടിലും തുണിക്കടയിലും നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. നന്ദിക്കര പെട്രോൾ പമ്പിന് സമീപം ബൈക്കിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മഹേഷിനെ അറസ്റ്റ് ചെയ്തത്. സർക്കിൾ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ്, ഷിനോജ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർമാരായ VG സ്റ്റീഫൻ, റോയ് പൗലോസ്, PM മൂസ തുടങ്ങിയവർ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി അകമലയിലെ കാളിയമ്മത്തോപ്പ് പ്രദേശത്ത് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ വിഷം വെച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ പതിവാകുന്നു. 12ഓളം നായ്ക്കളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വിഷം കഴിച്ച് ചത്തുവീണത്. സാമൂഹിക വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അറവു മാലിന്യങ്ങളിൽ രാസവിഷം കലർത്തി പാടത്തും പറമ്പുകളിലും പലയിടങ്ങളിലായി വിതറിയിരിക്കുകയാണ്. നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കും വനം വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവിക്കാനായിട്ട് ഭൂമിയുള്ളത്. ഇപ്പോൾ കുട്ടികൾക്കും നാൽക്കാലികൾക്കും ഒക്കെ ഇതിനെ നടക്കണം, ഓടണം. നമ്മൾ അങ്ങോട്ട് ചെല്ലാണ്ടൊരു സാധനം നമ്മളങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ പട്ടി ആ വിഷം വെച്ച് അവിടെ കിടന്നിട്ട് അത് കിടന്നോടത്ത് കിടന്ന് ഇരിക്കാൻ പറ്റുന്ന അതിന് കണ്ണൊക്കെ ഉറുമ്പ് കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വരുമ്പോൾ അതൊരു നമ്മൾക്ക് മനുഷ്യത്തുള്ളവർക്കൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഇതിനെ നമുക്ക് വേറെ കുറേ പേരൊക്കെ വിളിക്കാം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് മാത്രമേ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിനുകൾക്ക് തുടക്കമായി. എടത്തുരുത്തി, പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ ജനകീയ സദസ്സുകൾ നടന്നു. പഞ്ചായത്ത് തലത്തിൽ ജനപ്രതിനിധികൾ, പോലീസ്, എക്സൈസ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, സ്കൂളുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. എടത്തുരുത്തി പഞ്ചായത്ത് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിൽ നടന്ന ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്.
കടങ്ങോട് പഞ്ചായത്തിന്റെ മാലിന്യമുക്ത ഗ്രാമം എന്ന ആശയം പാഴായി പോകുന്നതായി കോൺഗ്രസ്. LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ വാഹനങ്ങൾ നശിച്ചു പോകുന്നതായും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തോടെ കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന പരിപാടികൾ പ്രഹസനം മാത്രമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഹരിത കർമ്മസേന അംഗങ്ങളെ ഉപയോഗിച്ച് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനങ്ങാട് എന്നിവർ പറഞ്ഞു. കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറി കരീം വെള്ളറക്കാട്, MS അഷ്റഫ്, സലീം വെള്ളറക്കാട് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ മാലിന്യ ശുചീകരണ യജ്ഞം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭയങ്കരമായ ഒരു നാടകീയമായിട്ടുള്ളൊരു പ്രഹസനമായ ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിച്ചിട്ട് ഹരിതസേന, പാവപ്പെട്ട ഹരിതസേനയുടെ സഹോദരിമാരെ കൊണ്ടുകൊണ്ട് വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യ കൂമ്പാര യജ്ഞം. കാരണം ഇന്ന് രാവിലെ തന്നെ ഇന്ന് വഴിയാത്രക്കാർ പോലും നോക്കുമ്പോൾ ഈ ഹരിതസേന സമാഹരിക്കുന്ന ചാക്ക് കണക്കിനുള്ള സാധനങ്ങൾ റോഡ് സൈഡിനാണ് കിടക്കുന്നത്. അത് പൂച്ചയും നായും എല്ലാം വലിച്ചെറിഞ്ഞ് അത് റോഡില് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയിരിക്കും. ഭവന നിർമ്മാണത്തിനും കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും ഊന്നൽ നൽകി വെങ്കടങ്ങ് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 26.88 കോടി രൂപ വരവും 26.36 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായിരുന്നു. ഭവന നിർമ്മാണത്തിന് 4.73 കോടി രൂപയും കുടിവെള്ളം ശുചിത്വ പദ്ധതികൾക്ക് 88 ലക്ഷം രൂപയും ഗ്രാമീണ റോഡുകൾക്ക് 78.95 ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് 51.5 ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്ക് 46.33 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, വാസന്തി ആനന്ദൻ, AT അബ്ദുൾ മജീദ്, ചാന്ദിനി വേണു, സോമശേഖരൻ വെണ്ണേങ്കോട്ട്, NK വിമല, രതി M ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും കൊരട്ടിയിൽ വ്യാപക കൃഷിനാശം. കിൻഫ്രയ്ക്ക് സമീപം കുരിശ്ശേരി ജോൺസന്റെ 400ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2 ആഴ്ചയ്ക്കകം വിളവെടുപ്പ് നടത്താനിരിക്കെയാണ് മഴയിൽ നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചത്. നല്ലൊരു ചിലവിന് 200 രൂപയുടെ മുകളിലൊരു വാഴയ്ക്ക് ചിലവായിട്ടുണ്ട്. ഇപ്പം അതൊരു ഊണിടുകയാണെങ്കിൽ അതിലും കൂടുതൽ വാശി വന്നാണ്. ഇപ്പോൾ വാഴ ഊണല്ല വള്ളിയുമ്പോൾ നിർത്തിയേക്കണ കാരണം കൊണ്ട് ഇപ്പോൾ ഒരു 200-250 രൂപ വെച്ച് ഒരു വാഴയ്ക്ക് ആവറേജ് ചിലവ് വന്നിട്ടുണ്ടാവും. വേനൽ മഴയ്ക്കൊപ്പം ആഞ്ഞു വീശിയേക്കാവുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് മലയോര മേഖലയിലെ വാഴ കർഷകർ. കുല വന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങുകൊടുക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. നേന്ത്രക്കായ ഉൽപ്പാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, ഈറോഡ്, സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിൽ കുലയ്ക്കുന്ന വാഴകളെ യഥാസമയം താങ്ങുകൊടുത്ത് നിർത്തിയാലേ വേനൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാവൂ എന്ന് വാഴക്കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറയുന്നു. പണ്ടൊക്കെ ഊണൊക്കെ ഇട്ടായിരുന്നു, ഇപ്പൊ ഊണൊന്നും കിട്ടാനില്ല. അപ്പൊ അതിന്റെ പേരില് വള്ളി തന്നെയായിരുന്നു. കാറ്റും മഴയും വന്നിട്ട് ഈ തവണ മഴ നേരത്തെ വന്നു, കാറ്റൊന്നും വന്നിട്ടില്ല. ആ ഒരു പേടിയിൽ നിൽക്കാണ്. വാഴ വള്ളി കെട്ടലാണ് ഇപ്പോ. വള്ളി കെട്ടി കഴിഞ്ഞിട്ട് വേണം അടുത്ത. ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടാണ് പണിയുന്നത്. അത് കാരണം കൊണ്ട് അല്ലെങ്കിൽ കൂലിക്ക് വെച്ചാൽ നഷ്ടമാണ്. ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴയ്ക്ക് ഊന്നു കൊടുത്തിരുന്നത്. മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാറ്റാടി മരമാണ് ഇതിനുപയോഗിച്ചിരുന്നത്. ഒന്നിന് 100 രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴയ്ക്ക് ഊന്നു കൊടുക്കുമ്പോൾ കൃഷിച്ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. ഒരു കെട്ട് വള്ളി മേടിക്കണമെങ്കിൽ 190 രൂപ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 28 വാഴയ്ക്കൊക്കെ ഇടാം. അത് അഴിക്കണം, അഴിച്ച് കണ്ടിച്ച് കൂട്ടി കെട്ടി വരുമ്പോൾ അതിന്റെ ചെലവ് നോക്കുമ്പോൾ വലിയൊരു ചെലവാണ്. അത് മെനക്കെട്ട് ഇരുന്ന് എല്ലാം ചെയ്ത് ഇത് കെട്ടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. ആദ്യകാലം എന്ന് പറയുമ്പോൾ മുള ഉണ്ടായിരുന്നു ഊന്നിടാനായിട്ട്. ഇപ്പൊ മുളയൊന്നും കിട്ടാനില്ല. കാറ്റാടി എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞതാ. അത് പറഞ്ഞത് 100 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. പിന്നെ അത് നശിച്ചു പോകും. അത് കാരണം കൊണ്ട് ആൾക്കാർ ആരും അത് ഇടണില്ല. ഒക്കെ വള്ളി തന്നെയാണ്. ഓരോ വർഷവും കൃഷിച്ചെലവ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകനായ ലോനായി പങ്കുവയ്ക്കുന്നു. സാധാരണയായി മെയ് അവസാനത്തോടെയാണ്
മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുൻപേ വിളവെടുപ്പിന് പാകമാകുന്ന രീതിയിലാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കടുത്ത ചൂട് മൂലം നേന്ത്രക്കായ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു. ഇത്തവണ നേരത്തെ വേനൽമഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCV ന്യൂസ്, കൊടകര. മാളയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിൽ ടൗണിലെ സ്ഥാപനത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ വീണു. പാനൽ വീണെങ്കിലും മറ്റപകടങ്ങളൊന്നും ഉണ്ടായില്ല. മാള പള്ളിപ്പുറം മേഖലയിൽ മരങ്ങൾ വീണ് വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു. 8 സ്ഥലത്താണ് മരങ്ങൾ വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. 3 വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ചന്ദ്രപുരയ്ക്കൽ മോഹനന്റെ തറവാട് വീടിന് മുകളിൽ വൻ മരം വീണ് വീടിന് നാശനഷ്ടമുണ്ടായി. മുറ്റത്ത് വെച്ചിരുന്ന സൈക്കിളും പൂർണ്ണമായും തകർന്നു. തൊട്ടടുത്തുള്ള പുത്തൂർ അഭിലാഷിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. പച്ചാമ്പുള്ളി സുനിയുടെ വീടിന് മുകളിലും മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് മാലിന്യമുക്ത ഹരിത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ജനകീയ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ജനകീയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്റർ മുതൽ പഞ്ചായത്ത് വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TP ലോറൻസ്, രമണി രാജൻ, ബീന രമേശ് എന്നിവർ നേതൃത്വം നൽകി. ബുധനാഴ്ച രാവിലെ 10-ന് വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഹരിത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും ഹരിത അയൽക്കൂട്ടങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തും. തെങ്ങിന് മുകളിൽ അബോധാവസ്ഥയിൽ കുടുങ്ങിക്കിടന്നയാളെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. പൂപ്പത്തി സ്വദേശി മടത്തിപ്പറമ്പിൽ നന്ദകുമാറാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. വീട്ടുപറമ്പിലെ തെങ്ങിൽ യന്ത്രം ഉപയോഗിച്ച് സ്ഥിരമായി തേങ്ങയിടുന്ന നന്ദകുമാർ മറന്നുവെച്ച വാക്കത്തിയെടുക്കാൻ തെങ്ങിന് മുകളിൽ കയറിയപ്പോഴാണ് അബോധാവസ്ഥയിൽ തെങ്ങിൽ കുടുങ്ങിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാണാതായപ്പോഴാണ് സഹോദരൻ ജയൻ അന്വേഷിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തെങ്ങിന് മുകളിൽ നന്ദകുമാർ ഇരിക്കുന്നത് കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് കയർ കൊണ്ടുള്ള വല ഉപയോഗിച്ച് ഇറക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പെയിന്റിംഗ് ജോലികൾക്ക് ഉപയോഗിക്കുന്ന സ്കഫോർഡിംഗ് കൊണ്ടുവന്ന് സുരക്ഷാ ബന്ധനങ്ങൾ അഴിച്ച് കയർ വലയിൽ കയറ്റിയാണ് താഴെ ഇറക്കിയത്. രക്ഷാപ്രവർത്തനം 3 മണിക്കൂറോളം നീണ്ടുനിന്നു. പ്രാഥമിക ശുശ്രൂഷകൾ നൽകി നന്ദകുമാറിനെ മാള ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MS ജയന്റെ നേതൃത്വത്തിൽ സീനിയർ റെസ്ക്യൂ ഓഫീസർ പ്രേംചന്ദ്രൻ നായർ, KA അജീഷ്, PS അഹിൽ, GS രഞ്ജിത്ത്, V അഭിലാഷ്, CT സണ്ണി, ജോൺസൺ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. TCV ന്യൂസ്, മാള. CPM പ്രവർത്തകനായ യുവാവിനെയും കൂട്ടുകാരനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BJP RSS പ്രവർത്തകരായ പ്രതികൾക്ക് 7 വർഷം 11 മാസം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചൂണ്ടൽ ചെമ്മന്തിട്ട പഴുന്നാന തണ്ടാശ്ശേരി വീട്ടിൽ ശരത്തിനെയും തടയാൻ ശ്രമിച്ച സുഹൃത്ത് അർജുനെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ ചൂണ്ടൽ ചെമ്മന്തിട്ട പഴുന്നാന സ്വദേശികളായ മുതിരപ്പറമ്പത്ത് വീട്ടിൽ അഖിൽ, കണ്ടൻകുളങ്ങര വിഷ്ണു, കുഴിപ്പറമ്പിൽ വീട്ടിൽ സുരേഷിത്, സനീഷ്, വിഷ്ണു എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2ാം പ്രതി പയ്യൂർ മാന്തോപ്പ് കൊട്ടിലിങ്ങൽ വളപ്പിൽ ആദർശ് ഒളിവിലാണ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 8 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന കലാപരിപാടികൾ സമാപിച്ചു. നവ്യ നായരുടെ ഭരതനാട്യമായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ അവസാന പരിപാടി. തുടർന്ന് വൈഷ്ണവം വേദിയിൽ മെഗാ ക്ലാസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി. സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ സഹകരണ ജനാധിപത്യവേദി സഹകാരി ധർണ നടത്തി. സഹകരണ ജനാധിപത്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് TM നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവേദി താലൂക്ക് ചെയർമാൻ KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. KSES
KSEF സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, അഡ്വക്കേറ്റ് PH മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ GST പ്രതികൂലമായ സാഹചര്യങ്ങൾ മഹാത്മാഗാന്ധി സഹകാരികളെ സംഘടിപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. ഇന്ന് കടങ്ങോട് മൂക്കിൽ പീടികയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന വാഹനങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരു JCBയും 2 ടിപ്പർ ലോറികളുമാണ് ഇൻസ്പെക്ടർ JS അശ്വനിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. പള്ളിമേപ്പുറം മൂക്കിൽപീടിക പ്രദേശങ്ങളിൽ നിയമവിരുദ്ധമായി വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തിയത്. മണ്ണുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച വാഹനങ്ങൾ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. SI TK സിലാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിതേഷ്, AC വിഷ്ണുജിത്ത്, ജിനേഷ് മോഹൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് പുതിയ താളം നൽകുകയാണ് വാഴാനി ഡാമിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സംഗീത ജലധാര. വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ യാഥാർത്ഥ്യത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ അതിലൊരു പ്രധാന ആകർഷണമായി മാറും ഈ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ. വാഴാനി ഗ്രാവിറ്റി എർത്ത് ഡാമിനോട് ചേർന്നുള്ള 4 ഏക്കർ പൂന്തോട്ടത്തിലാണ് 5.99 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒരു പ്രധാന ടൂറിസം ആകർഷണമായ സംഗീത ജലധാര ആസ്വദിക്കാൻ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനായി വാഴാനിയെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച 70-ലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രോജക്റ്റ് ചെയ്ത് 15 മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോ പ്രദർശിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയാണ് വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടൻ. 58.8 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയായ പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായി റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ തൃശൂർ ജില്ലയിലെത്തുന്ന ടൂറിസ്റ്റുകളെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം സർക്യൂട്ടുമായി കൂട്ടിയിണക്കാനാകും. ഇതിലൂടെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായി വാഴാനി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ആചരണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബെന്നി കിടങ്ങൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോൺ പുത്തൂർ സഹകാർമ്മികനാകും. വൈകിട്ട് വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളും തേരെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദന് ഈ മാസം 20-ന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ആദരം ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ കലാമണ്ഡലം ധനരാജൻ, ട്രഷറർ വിനീഷ്, ജോയിന്റ് കൺവീനർ രവികുമാർ, രതീഷ് ദാസ്, ജയരാജ്, സജിത്ത്, വിജയൻ എന്നിവർ പങ്കെടുത്തു. റവന്യൂ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച് പോകുന്ന നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസർ PB ബിജുവിന് യാത്രയയപ്പ് നൽകി. ജീവനക്കാരും ക്ഷേത്ര ഉപദേശക സമിതിയും ആയുർവേദ ആശുപത്രി ഭരണസമിതിയും ഭക്തരും ചേർന്നാണ് യാത്രയയപ്പ് ഒരുക്കിയത്. മേൽശാന്തി നാരായണൻ തിരുമേനി, മധു തിരുമേനി, ചിത്രൻ തിരുമേനി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ K കല ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ഇൻസ്പെക്ടർ ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷനായി. ധന്വന്തരി ആയുർവേദ ആശുപത്രി ചെയർമാൻ PC അബാൽമണി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, മുല്ലക്കൽ ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ, കലാമണ്ഡലം നാരായണൻ നായർ, NK ഗോപാലൻ, TK ശിവൻ, പുതിയ ദേവസ്വം ഓഫീസർ V മുരളീധരന് യോഗത്തിൽ സ്വീകരണവും നൽകി. ലഹരി ഉപയോഗങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ അലർട്ട് കൊടുങ്ങല്ലൂരിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. അലർട്ട് പ്രസിഡന്റ് PH റഹീം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, വിനോദ് കക്കറ, ഷമീർ പണിക്കശ്ശേരി, NR രമണൻ, CC അനിത, അബ്ബാസ് പള്ളിപ്പാടത്ത്, CA റഷീദ് എന്നിവർ സംസാരിച്ചു.
തിരുവല്വാമല പഞ്ചായത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവല്വാമല പഞ്ചായത്തിൽ മുണ്ടിനീര് വ്യാപകമായി പടരുന്നതിനാൽ തിരുവല്വാമല പഞ്ചായത്തിന്റെയും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. VKN സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊള്ളുന്ന വേനലിൽ ശരീരവും മനസ്സും കുളിർപ്പിക്കുന്ന ശീതള പാനീയങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാകില്ല. അസഹ്യമായ ചൂടിൽ ദൈനംദിന യാത്രയിൽ കക്കിരി ജ്യൂസിന് ആവശ്യക്കാർ ഏറുകയാണ്. മുറ്റിച്ചൂർ പടിയം സ്വദേശി പോക്കാക്കിലത്ത് റാഫിയുടെ കടയിൽ കക്കിരി വിൽപ്പന തകൃതിയായി നടന്നുവരികയാണ്. സ്വന്തമായി കൃഷി ചെയ്ത പൊട്ടുവെള്ളരി അഥവാ കക്കിരി വിൽപ്പന നടത്തിവരികയാണ് റാഫി. ദിവസവും നിരവധി പേരാണ് റാഫിയുടെ കടയിലേക്ക് എത്തുന്നത്. ശരീരം തണുപ്പിക്കുന്നതിനൊപ്പം ക്ഷീണവും ദാഹവും അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷക സമ്പന്നമായ പൊട്ടുവെള്ളരി. ഇത് നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൃശ്ശൂർ കാട്ടൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ വിഷമടിക്കാത്ത പൊട്ടുവെള്ളരിയാണ് ഈ കടയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്, ഇവിടെ കൊടുക്കുന്നത്. ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അത്യുത്തമ സാധനവും അതുമാതിരി ശരീരത്തിന് ഗുണവും ശരീരത്തിനെ തണുപ്പിക്കുന്ന നല്ലൊരു ഉത്തമ ഉൽപ്പന്നമാണ്. തണ്ണിമത്തനിൽ ഉള്ളതിനേക്കാൾ നാരിന്റെ അംശം പൊട്ടുവെള്ളരിയിൽ അടങ്ങിയിട്ടുണ്ട്. ചൂടുകുരു പോലുള്ള വേനൽക്കാല പ്രശ്നങ്ങളെയും പൊട്ടുവെള്ളരി അകറ്റും. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും. വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നിച്ചകറ്റാനുള്ള സവിശേഷതയും പൊട്ടുവെള്ളരി ജ്യൂസിനുണ്ട്. ബീറ്റാ കരോട്ടിൻ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവയാൽ സമ്പന്നമാണ് പൊട്ടുവെള്ളരി. TCV ന്യൂസ്, അന്തിക്കാട്. ബദർ ദിനത്തോടനുബന്ധിച്ച് പള്ളികളിലും വീടുകളിലും ബദർ മൗലീദ് പാരായണങ്ങളും ഭക്ഷണ വിതരണവും നടന്നു. ബദർ ദിനത്തോടനുബന്ധിച്ച് പാടൂർ ജുമാ മസ്ജിദിൽ ബദർ മൗലീദ് സംഘടിപ്പിച്ചു. ബദർ മൗലീദ് പാരായണത്തിന് പാടൂർ ജുമാ മഹല്ല് ഖത്തീബ് അബ്ദുർ റഹ്മാൻ അൽ ഖാസിമി, സദർ ഉസ്താദ് റഷീദ് അൻവരി, ഷൌക്കത്തലി ഉസ്താദ്, ലത്തീഫ് ഫൈസി, അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ എന്നിവർ മൗലീദിന് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികളിലേക്ക് അടുക്കള സാമഗ്രികളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രമണി രാജൻ, ബീന രമേശ്, അംഗങ്ങളായ MK ശശിധരൻ, PM മുഹമ്മദ് കുട്ടി, അങ്കണവാടി വർക്കർ ജീഷ്മ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8250 രൂപ, പവന് 66,000 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3468 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിഞ്ഞാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറീഡിയം നിക്ഷേപ തട്ടിപ്പ്. കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്തത്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. കോഴിക്കല്ല് മൂടൽ നടക്കുന്ന ഭാഗത്ത് പ്രത്യേക സുരക്ഷ ഒരുക്കും. അന്തിമഹാകാളൻകാവ് വേല, ആറാട്ടുപുഴ പൂരം, വെടിക്കെട്ട് അപേക്ഷകൾ ജില്ലാ ഭരണകൂടം നിരസിച്ചു. പാലപ്പള്ളി കുണ്ടായിയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയന്നോടിയതിനെ തുടർന്ന് തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്ക്. പുലിഭീതിയിൽ നിലനിൽക്കുന്ന കൊരട്ടി ചിറങ്ങരയിൽ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കോളേജ് അധ്യാപകൻ മരിച്ചു. തിരുവല്വാമല നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് R മേനോനാണ് മരിച്ചത്. കണ്ണന് ബുധനാഴ്ച രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട്. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.